നമസ്കാരം. ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടായാൽ ആര് തമ്മിലായിരിക്കുമെന്നൊരു ചോദ്യമുണ്ടെങ്കിൽ അതിനുത്തരം കിഴക്കൻ മേഖലയിലെ രണ്ട് രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകളുടെ പശ്ചാത്തലത്തിൽ അത് സംസാരിക്കേണ്ടി വരും. തായ്വാനിലെ ചൈനയുടെ ഇടപെടൽ തന്നെയായിരിക്കും ഇതിൽ നിർണായകമായി മാറുന്ന ഘടകം. ചൈനയും ജപ്പാനും തമ്മിലുള്ള പഴയകാല ശത്രുത ഏഷ്യ പസഫിക് മേഖലയിലെ ഏറ്റവും അപകടകരമായ രീതിയിലേക്ക് ഏറ്റുമുട്ടലിലേക്ക് ചെന്നെത്തുമോ എന്നാണ് എല്ലാവരും നിലവിൽ സംശയിക്കുന്നത്. തായ്വാനെ ആക്രമിച്ചാൽ സൈനിക നടപടിയെടുക്കുമെന്ന് ജപ്പാൻ ചൈനയെ പരസ്യമായി ഭീഷണിപ്പെടുത്തിയിരുന്നു. 2027 തായ്വാൻ പിടിച്ചെടുക്കാൻ തയ്യാറാണെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് തന്റെ സൈന്യത്തോട് ഉത്തരവിട്ടതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഇടപെട്ടാൽ ജപ്പാൻ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നാണ് ചൈന മുന്നറിയിപ്പ് നൽകുന്നത്. രണ്ട് രാജ്യങ്ങളെയും ഉന്നത ഉദ്യോഗസ്ഥർ തമ്മിൽ ഇക്കാര്യത്തിൽ ഈയിടെ നിരന്തരമായ വാക്പോരാട്ടം നടത്തിയിരുന്നു. വൃത്തികെട്ട കഴുത്തുകൾ ഛേദിക്കുമെന്ന് ചൈന മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായിച്ചിക്ക് നേരിട്ടുള്ള ഭീഷണിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. തായ്വാന്റെ കിഴക്കൻ തീരത്ത് നിന്നും കുറെ അകലെയായി അതിന്റെ തെക്കേയറ്റത്തുള്ള ദ്വീപായ യോനാഗുനിക്ക് സമീപം ഒരു ചൈനീസ് സൈനിക ഡ്രോൺ കണ്ടെത്തിയതിനെ തുടർന്ന് ജപ്പാൻ യുദ്ധവിമാനങ്ങൾ അയച്ചിരുന്നു. തുടർന്ന് ഈ ദിവസങ്ങളിൽ ഇരുവരും തമ്മിലുള്ള വാഗ്വാദം ശക്തിപ്പെട്ടിരുന്നു. അതേസമയം ജപ്പാന്റെ നിയന്ത്രണത്തിലുള്ളതും ചൈന അവകാശം ഉന്നയിക്കുന്നതുമായ സെൻകാക്കു ദ്വീപുകൾക്ക് ചുറ്റുമുള്ള ജലപാതയിലൂടെ ചൈനീസ് തീരസംരക്ഷണ കപ്പലുകളുടെ ഒരു സംഘം മണിക്കൂറുകളോളം സഞ്ചരിച്ചിരുന്നു. ഇത് ജപ്പാന്റെ കടുത്ത പ്രതിഷേധത്തിനും കാരണമായി. ഈ സംഭവം യാദൃശികമല്ലെന്നും ചൈനയുടെ നീക്കം ജപ്പാന് ഭീഷണിയായി മാറുമെന്നും പ്രധാനമന്ത്രി തകായിച്ചി പാർലമെന്റിൽ പ്രഖ്യാപിച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ കടന്നുകയറ്റങ്ങൾ ഉണ്ടായത്. ജപ്പാന്റെ സഖ്യകക്ഷികൾക്കെതിരായ ആക്രമണം രാജ്യത്തിനെതിരായ നേരിട്ടുള്ള ഭീഷണിയായാണ് കാണുന്നത്. അതിനിടെയാണ് ജപ്പാന് താക്കീതുമായി ചൈനയുടെ പ്രതിരോധ മന്ത്രി ജിയാങ് ബിൻ എത്തുന്നത്. ചരിത്രത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിൽ ജപ്പാൻ പരാജയപ്പെട്ടാൽ തായ്വാൻ വിഷയത്തിൽ ഇടപെടാൻ ബലപ്രയോഗം നടത്തിയാൽ പീപ്പിൾസ് ലിബറേഷൻ ആർമിക്ക് അവരെ നേരിടേണ്ടി വരുമെന്നും അതിന് കനത്ത വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ജപ്പാൻ ഇപ്പോൾ സ്വന്തമായി ആണവായുധ ശേഖരം നിർമ്മിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ചൈന ജപ്പാനിലേക്ക് യാത്ര ചെയ്യുന്നത് നിരുത്സാഹപ്പെടുത്തിയിരിക്കുകയാണ്. ജപ്പാനിലെ ചൈനീസ് പൗരന്മാരോട് തിരക്കേറിയ പൊതുസ്ഥലങ്ങൾ ഒഴിവാക്കാനും ജാഗ്രത പാലിക്കാനും നിർദ്ദേശമുണ്ട്. ചൈന ജപ്പാനീസ് സിനിമകളുടെ റിലീസ് പോലും നിർത്തിവെച്ചിരിക്കുന്നതായി ജപ്പാൻ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. 1930കളിലും 40കളിലും ജപ്പാൻ ചൈനയുടെ വലിയൊരു ഭാഗം കൈവശപ്പെടുത്തിയിരുന്നു. ലക്ഷക്കണക്കിന് സിവിലിയന്മാർ കൊല്ലപ്പെട്ട നാൻജിങ് കൂട്ടക്കൊല പോലെയുള്ള അതിക്രമങ്ങളുടെ ഓർമ്മകൾ ചൈന ഇപ്പോഴും മറന്നിട്ടില്ല. യുദ്ധകാലത്തെ ദുരുപയോഗങ്ങളെ ടോക്കിയോ കുറച്ചു കാണുന്നുവെന്ന് ബീജിംഗ് പതിവായി ആരോപിച്ചിരുന്നു. യോനാഗുനിയിൽ നിന്നും ഏകദേശം 68 മൈൽ അകലെയാണ് തായ്പേയ് സ്ഥിതി ചെയ്യുന്നത്. ജപ്പാന്റെ വ്യാപാരത്തിന്റെയും ഊർജത്തിന്റെയും ഭൂരിഭാഗം വഹിക്കുന്ന തീരദേശ മേഖലകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ചൈന തൈവാനെ ആക്രമിച്ചാൽ അതിനെ നേരിടുന്നതിനായി ജപ്പാൻ മിസൈലുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയതായാണ് റിപ്പോർട്ട്. തൈവാനിലുള്ള ചൈനയുടെ അവകാശവാദം 1949 ചൈനീസ് ആഭ്യന്തര യുദ്ധത്തിന്റെ അവസാനത്തിൽ പരാജയപ്പെട്ട നാഷണലിസ്റ്റ് സർക്കാർ ദ്വീപിലേക്ക് പലായനം ചെയ്ത് ഒരു പ്രത്യേക രാഷ്ട്രം സ്ഥാപിച്ചത് മുതലുള്ളതാണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും ഈ വിഭജനം അംഗീകരിച്ചിട്ടില്ല. ഷീ ജിൻപിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ദ്വീപിനെ ബീജിംഗിന്റെ നിയന്ത്രണത്തിലാക്കുന്നത് ദേശീയ പുനരുജ്ജീവനത്തിന്റെയും ചൈനയുടെ പൂർണ്ണമായ പ്രാദേശിക ഐക്യത്തിന്റെയും ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ തായ്വാനടുത്തുള്ള വിദൂര ദ്വീപുകളിൽ നിന്നും 1 ലക്ഷത്തിലധികം സിവിലിയന്മാരെ ഒഴിപ്പിക്കാനുള്ള ആദ്യ ഔപചാരിക പദ്ധതി മാർച്ചിൽ ജപ്പാൻ പുറത്തിറക്കിയിരുന്നു.